all, welcome to Learnino. നമ്മൾ ഇന്ന് നമ്മുടെ ഡേറ്റാബേസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഡേറ്റാബേസ് ലാംഗ്വേജസ്. ഓക്കെ, സോ ഡേറ്റാബേസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ, ഇപ്പോൾ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡേറ്റാബേസിൽ കുറേ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ഉണ്ടാക്കിയ ടേബിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരാം. അതേപോലെ അതിൽ എന്തെങ്കിലും ഡേറ്റ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതായത് റീഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനും എല്ലാം നമ്മൾ ഡേറ്റാബേസ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DDL, DML, DCL, TCL. അതായത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉണ്ട്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഉണ്ട്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് ഉണ്ട്, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് DDL, DML, TCL ആണ്. TCL ജസ്റ്റ് ഏതൊക്കെയാണ് കമാൻഡ്സ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ഇത് തരും, കമാൻഡ്സ് തന്നിട്ട് നമ്മൾ DDL കുറച്ച് കമാൻഡ്സ് പഠിക്കും, DML ഏതൊക്കെയാണ് കമാൻഡ്സ് ഉള്ളത്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളതെന്ന് പഠിക്കും. അങ്ങനെ എല്ലാത്തിലും നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ കുറച്ച് കമാൻഡ്സ് മിക്സ് ചെയ്തിട്ടിട്ട് ചിലപ്പോൾ ഇതിൽ DML കമാൻഡ് ഏതാണ്, ഇതിൽ DML കമാൻഡ് അല്ലാത്തത് ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രങ്കേറ്റ്, ഡിലീറ്റ്, ഡ്രോപ്പ്, ഈ 3 കമാൻഡ്സിൽ ഏകദേശം അവർ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കടക്കാം ഓരോ ഡേറ്റാബേസ് ലാംഗ്വേജസിൽ ഓരോ ടൈപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറോ പാറ്റേണോ എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡേറ്റാബേസ് സ്കീമ സ്പെസിഫൈ ചെയ്യാൻ. ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ടേബിൾ എങ്ങനെയുണ്ടാവും. ടേബിൾ എന്ന് പറയുന്ന സംഭവം എങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക, നമുക്ക് കുറച്ച് റോസ് ഉണ്ടാവും, കുറച്ച് കോളംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ടേബിളിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റോസും കോളംസും എത്രണ്ണം വേണം, അതേപോലെ തന്നെ ടേബിളിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ്, അതായത് എന്തൊക്കെ ഹെഡിങ്സ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്, ഓരോ കോളത്തിനും എന്തൊക്കെ ഹെഡിങ്സ് കൊടുക്കണം, പിന്നെ അതിൽ ഉള്ള ഡേറ്റ, നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ ഏത് ടൈപ്പാണ്, ആ ഡേറ്റയുടെ ലെങ്ത് എന്തായിരിക്കാം, എത്ര വരെ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട്സിൽ ഇപ്പോൾ ID ഉണ്ടാവാം, പിന്നെ നെയിം, ഓക്കെ, പിന്നെ ഏജ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അല്ലേ ഒരു ടേബിളിൽ. അപ്പോൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കീമയാണിത്. ഒരു ടേബിളിൻ്റെ പേരിപ്പോൾ എംപ്ലോയിന് നമ്മൾ EMP എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയി ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സ് ID, നെയിം, ഏജ്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ ടേബിളിൽ ഉണ്ടാവേണ്ടത്, ID, നെയിം, ഏജ് ആണ് എന്നുള്ളത് എല്ലാം സ്പെസിഫൈ ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമുക്ക് ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി DDL കമാൻഡ്സ് അല്ലെങ്കിൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്ന കുറച്ച് കമാൻഡ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഏതൊക്കെയാണ്: ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, റീനെയിം, ട്രങ്കേറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മളുടെ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നോക്കി പോകാം കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് എന്തിനാണ്? ക്രിയേറ്റ് ആണ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിലെന്താണ് ഇപ്പോൾ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് അത് ഒരു സിൻടാക്സ് ഒക്കെ ഉണ്ട്. സിൻടാക്സ് ഇപ്പോൾ നോക്കണമെന്നില്ല. അതായത് ടേബിൾ ക്രിയേഷനും ബാക്കി കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ടേബിളിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണോ എൻ്റർ ചെയ്യാൻ പോകുന്നത് ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എൻ്റർ ചെയ്യും. അതേപോലെ ഇപ്പോൾ ഏജ് ആണെന്നുണ്ടെങ്കിൽ ഏജ് എന്ത് ടൈപ്പായിരിക്കും, ഡേറ്റ ടൈപ്പായിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും, ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ നമ്മൾ അത് സ്പെസിഫൈ ചെയ്യും ഏത് ഡേറ്റാബേസ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ
ലെങ്ത്ത് എത്രയാവാം. ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഒരു 100 എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 100 ലെങ്ത്ത് ഉള്ള ഒരു ഏജ് വരില്ലല്ലോ എന്തായാലും അല്ലേ. നമുക്കൊരു ഏജ് എന്ന് പറയുമ്പോൾ മാക്സിമം 3 or 4 അല്ലെങ്കിൽ 10 കൊടുത്താലും മതിയാവും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഓൾട്ടർ ആണ്. ഓൾട്ടർ കമാൻഡ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കീമൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് നെയിമിന് ഇപ്പോൾ ഒരു 10 എന്നുള്ള ഒരു സൈസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ചിലപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണ സമയത്ത് 3 കോളംസ് ആയിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ID, നെയിം, ഏജ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇല്ല എനിക്ക് ഇനി ഒരു റോ കൂടെ എക്സ്ട്രാ വേണം, ആ കുട്ടിയുടെ കോഴ്സും കൂടെ അല്ലെങ്കിൽ ആ എംപ്ലോയീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ റോ കോളം വല്ലതും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതെന്ത് ചെയ്യാം, ഈ ഓൾട്ടർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഓൾട്രേഷൻസ് ആ ടേബിളിൽ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കമാൻഡാണ് ഡ്രോപ്പ് കമാൻഡ്. ഡ്രോപ്പ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളായിട്ട് നമ്മളുടെ ഹോൾ ടേബിളിനെ നമ്മൾ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് കമാൻഡ്. ഓക്കെ, നമുക്ക് ഒരു ടേബിൾ ഉണ്ടാവും, അതിൽ കുറേ റോസ് ഉണ്ടാവും, നമ്മളെല്ലാം ഡേറ്റയൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ ഒരു ടേബിളാണ് അവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പം നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഹോൾ ടേബിളിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് റീനെയിം കമാൻഡ്. റീനെയിം കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ ടേബിളിന് ആദ്യം എംപ്ലോയി എന്ന് കൊടുത്തു ടേബിളിൻ്റെ നെയിം. അപ്പോൾ നമുക്കത് റീനെയിം ചെയ്യണം, വേറൊരു നെയിം കൊടുക്കണം നമ്മുടെ ടേബിളിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ റീനെയിം എന്നുള്ള ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുക. ഇനി ട്രങ്കേറ്റ് കമാൻഡ്. ട്രങ്കേറ്റ് കമാൻഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ റോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഹോളായിട്ട് ആ മൊത്തം ഈ പറയണ ടേബിളിനെ മൊത്തം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യണ ഒരു കമാൻഡാണ് നമ്മുടെ ഡ്രോപ്പ് എന്നുള്ള കമാൻഡ്. പക്ഷെ ട്രങ്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റോസ് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ടേബിളിൽ മൊത്തം നമ്മൾ ഡേറ്റയൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ ആ ഹോൾ ഡേറ്റ റോസ് എല്ലാ റോസും ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് ഡിഫറൻസ് ഇപ്പോൾ ഡ്രോപ്പിൻ്റെയും ട്രങ്കേറ്റിൻ്റെയും ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് കമാൻഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിന് ഹോളായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളൊരു ടേബിൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ സേ ABC ഈ 3 ആട്രിബ്യൂട്ട്സ് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇതിൽ കുറേ റോസ് ഉണ്ട്. ഓക്കെ, റോസ് ഉണ്ട്, അതിൽ എന്തെങ്കിലും വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റർ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഈ മൂന്ന് റോസ് ആണെന്ന് വിചാരിക്കുക, ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ, ഈ മൊത്തം ഈ ടേബിളിൻ്റെ പേര് വേണമെങ്കിൽ എന്ത് കൊടുക്കുക, EMP എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള എല്ലാ ടേബിളും ഹോളായിട്ട് റിമൂവ് ആകപ്പെടും. ഓക്കെ, പക്ഷേ ട്രങ്കേറ്റ് ആണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ട്രങ്കേറ്റ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോസ് ഇല്ലേ, ഈ റോസ് എല്ലാം ഡിലീറ്റ് ആവും. പക്ഷേ ഈ ABC എന്നുള്ളതുണ്ടാവും, അതായത് സ്കീമ റീറ്റെയിൻ ചെയ്തിട്ട് ഹോൾ റോസ് ഡിലീറ്റ് ആവും. ഇതിൽ 1 by 1 റോ ആയിട്ടല്ല ഡിലീറ്റ് ആവുക ട്രങ്കേറ്റിൽ, ഹോൾ റോസ് 1 goal ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി അടുത്തതൊരു ഡിലീറ്റ് കമാൻഡും കൂടെ വരുന്നുണ്ട്, അത് DML കമാൻഡാണ്. അപ്പോൾ അത് വരുമ്പോൾ ചിലപ്പോൾ ട്രങ്കേറ്റും ഡിലീറ്റും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ DDL കമാൻഡ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ DML കമാൻഡ്സ് നോക്കുക, DML ലാംഗ്വേജ് എന്താണ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നോക്കാം. ഓക്കെ, താങ്ക് യു.